ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് സവാള, കറിവേപ്പില ഇട്ട് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക. അതാണ് ആദ്യത്തെ പരിപാടി. സാധനം എന്താണെന്ന് വെച്ചാൽ കൂന്തലാണ് വെക്കാൻ പോകുന്നത്. കൂന്തൽ വറുത്തരച്ചാണ് കറി വെക്കാൻ പോകുന്നത്. ഞാൻ വറുത്തരച്ച് വെക്കുന്ന ആദ്യമായിട്ടാണ്, വേറൊരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വെക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഗൈസ്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഒരുപാടങ്ങ് ബ്രൗൺ കളറാണൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോട്ടായാൽ മതി. നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് അധികം എന്താ പറയുക, എരിവൊന്നും അധികം ഇടണ്ട, ലൈറ്റായിട്ട് എരിവൊക്കെ ഇട്ടാൽ മതി. ഞാൻ അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അതിലിടുന്നത് വെച്ചാൽ മെയിനായിട്ട് കുരുമുളകാണ് ഇടുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല. കുരുമുളകിൻ്റെ ഇഷ്ടമില്ലാത്തവരെന്താ വെച്ചാൽ മുളക് പൊടി ഇടുക. ഇത് നമ്മൾ തക്കാളി ഇടുക, അത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക. തക്കാളി നല്ലപോലെ ഉടയുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണല്ലോ. ഞാൻ അല്ലാണ്ട് കറി വെച്ചപ്പോഴും വറുത്തരച്ച് വെച്ചപ്പോഴും നല്ല വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. എന്താണെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഇതിപ്പം നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ഇത് നല്ലതുപോലെ സോട്ടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് സാധനം കൂടെ ഇടാനുണ്ട്. എന്താ വെച്ചാൽ മുളക് പൊടി കുറച്ചിടുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം മല്ലിപ്പൊടി ഇടുക. അതും അതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി റോ ഫ്ലേവർ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്, അതാണ് ഒരു സ്പൂൺ ഇട്ടേക്കുന്നത്. കാശ്മീരി വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇടാം. പിന്നെ കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അതും ഇതുപോലെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. അല്ല 1/4 കിലോ കാണും. അത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വെക്കുക. ആ സമയത്തേക്ക് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതിന് അരമുറി തേങ്ങ, കുരുമുളക്, 2 ഏലക്ക, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ പട്ട, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ബ്രൗൺ കളർ ആകുന്ന വരെ എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കൂന്തൽ ഇതുപോലെ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുക. അതായത് വെന്ത്, ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി വേണം നമ്മളിങ്ങനെ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക്